KR മാർക്കറ്റിന് സമീപം 37-കാരിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 2 പേരെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശിനിയായ യുവതിയാണ് ഞായറാഴ്ച ആക്രമിക്കപ്പെട്ടത്. രാത്രി 11:30ഓടെ ഗോഡൌൺ സ്ട്രീറ്റിന് സമീപം ബസ് കാത്തു നിൽക്കുകയായിരുന്ന യുവതിയാണ് ബലാത്സംഗത്തിനിരയായത്. ഭർത്താവുമായുള്ള തർക്കത്തെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിയതായിരുന്നു യുവതിയെന്ന് പോലീസ് പറയുന്നു. യലഹങ്കയിലേക്കുള്ള ബസ്സിനെക്കുറിച്ച് ചോദിക്കുന്നതിനിടെ സഹായിക്കാമെന്നും വഴി കാണിക്കാമെന്നും പറഞ്ഞാണ് പ്രതികൾ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് യുവതിയെ ഗോഡൌൺ സ്ട്രീറ്റിലെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ആക്രമിക്കുകയുമായിരുന്നു. ബലാത്സംഗം ചെയ്ത ശേഷം പ്രതികൾ യുവതിയുടെ മൊബൈൽ ഫോണും ആഭരണങ്ങളും പണവും മോഷ്ടിച്ചതായും പോലീസ് പറഞ്ഞു. നിലവിൽ ബലാത്സംഗത്തിനിരയായ യുവതിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയതായി ബാംഗ്ലൂർ പോലീസ് കമ്മീഷണർ B. ദയാനന്ദ പറഞ്ഞു. കേസിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊള്ളയടിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ BJP രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ BJPയുടെ ഭരണകാലത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടില്ലേ എന്ന് സിദ്ധാരാമയ്യ തിരിച്ചടിച്ചു. സിദ്ധാരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ R. അശോകൻ രംഗത്ത് വന്നു. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നുവെന്നും പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഇവിടെ ഇല്ലെന്നും കസാരയിൽ മുറുകി പിടിച്ച് ഇത്തരമൊരു മോശം ഭരണം നിങ്ങൾ എത്ര നാൾ തുടരുമെന്നും പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുകയും ചെയ്തു.